ഇനി ഇതുപോലെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതാണ്. അതാർക്കും അടിയറവ് പറയേണ്ട കാര്യമില്ല. അത് ആരാണേലും ശരി, ആരുടെ കാൽക്കീഴിലും കൊണ്ട് വെക്കേണ്ടതല്ല. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും അതിനുശേഷം വരുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉറപ്പായും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പെൺകുട്ടി, എനിക്കിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരുടെയും കേസുകൾ നമ്മളെ വാർത്തയിലൂടെയും ന്യൂസ് പേപ്പറിൽ കൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അതിന് നല്ല ഒരു നടപടി അങ്ങോട്ട് എടുക്കുന്നില്ല. ഇത് ഇങ്ങനെ കേസ് വരുന്നതല്ലാതെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി അവർക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കുകയോ എടുക്കുകയോ ഒന്നും നടക്കുന്നില്ല. ഇത് ദിനം തോറും ആവർത്തിച്ച് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള കേസുകൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തിടുന്നത് തന്നെ. ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ ഇനി ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആരെയും കുറിച്ച് പറയുകയാണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അത് അവരുടെ മാത്രം തെറ്റായിരിക്കും. ഇപ്പൊ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, ഇഷ്ടത്തിന് സ്വർണവും കാശും എല്ലാം കൊടുത്തു, സ്വത്തും ഇത്ര ഏക്കർ സ്വത്ത് കൊടുത്തു, 2 ഏക്കർ സ്വത്ത് കൊടുത്തു. ഇപ്പൊ നമ്മുടെ വിസ്മയ കേസ്, ഉത്തര കേസ്, അതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അനലൈസ് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൊടുത്തു വിട്ടു. അവരുടെ ആവശ്യത്തിനെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആ കല്യാണം കഴിച്ച് വിട്ട കുട്ടി ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വാക്കുകൾ കൊണ്ടോ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എത്രമാത്രം നോവിച്ച് അല്ലും. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, സമൂഹം അത് പറയും ഇത് പറയും, അതുകൊണ്ട് മോളെ നീ എങ്ങനെയും കടിച്ചു പിടിച്ച് നിൽക്കുക എന്ന്. പക്ഷെ കുറെയൊക്കെ ഇങ്ങനെ കേസുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും ഫുൾ മാറി എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നില്ല, അതൊരു വേറെ കേസ്. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവ് വീട്ടുകാരുടെ ഒരു വിചാരങ്ങളുണ്ട് ചില ആൾക്കാർക്ക്. അതില് അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, മക്കളായി കഴിഞ്ഞാൽ പിന്നെ എന്തും കേട്ടും കണ്ടും സഹിച്ചും അവിടെ അങ്ങ് കടിച്ചു പിടിച്ച് കിടന്നോളൂ എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കത്തേയില്ല. പണ്ടേ കിടന്നിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ച വ്യക്തികളും അങ്ങനെ ആയിരിക്കാം കിടന്നിരിക്കുക. എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിന് ഒരു മാന്യതയും തരാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്തും വിളിച്ചു പറഞ്ഞിട്ട് കടിച്ചു പിടിച്ച് കിടക്കാൻ ഒരു പെണ്ണും ഇന്നത്തെ കാലത്ത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവൾ അവിടം വിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം അവള് ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾക്കൊരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, അവര് കൂടെ നിന്നു. ശരി, നമുക്ക് നോക്കാം. ആദ്യമൊക്കെ അവര് ക്ഷമിച്ച് നിന്നു. അവസാനം ഇപ്പൊ അവരുടെയും ക്ഷമയുടെ നെല്ലിപ്പള്ളക കണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോ അവരും റിയാക്ട് ചെയ്തു. സോറി, ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എന്തായാലും മാറി. എന്താണെന്ന് വെച്ചാൽ ഫോൺ നല്ലപോലെ ചൂടാവുന്നുണ്ട്, നല്ല വെയില, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടി മാറ്റിയിട്ടാണ്. അപ്പം കുറച്ച് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്താഗതി നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും കടിച്ചു പിടിച്ച് കിടക്കുന്നുണ്ട്, നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഫാമിലി പരമായിട്ട് തന്നെ നാർസിസ്റ്റുകളാണ്. ആദ്യം നമ്മുടെ അടുത്ത് കാര്യം കാണാൻ വേണ്ടി സ്നേഹം നടിച്ചു നിൽക്കുക, അത് കഴിഞ്ഞിട്ട് പതിയെ ശരിക്കുള്ള ക്യാരക്ടർ കൊണ്ടുവരിക. എന്നിട്ട് അവര് തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റ് ചെയ്തതായിട്ട് കൊണ്ടുവന്ന് നമ്മളെ ബ്ലെയിം ചെയ്ത് കൊണ്ടുവെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിക്റ്റിമായിട്ടുള്ള, അതിൽ
ഇത് സഹിച്ച് കിടക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എന്ന് ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവാണേലും അമ്മയമ്മയാണേലും അമ്മയച്ചനാണേലും ഇപ്പൊ അനിയനുണ്ടെങ്കിൽ അനിയന്, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി, അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തി, ഇവരുടെ ആരുടെയും സൈഡിൽ നിന്ന് ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നവർ എത്ര പേരുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം ഇതിന്റെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അവരോട് പെരുമാറണ്ട എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പം ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമുക്ക് ആലോചിച്ച് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് കമന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇതില് സംഭവം എന്താന്ന് വെച്ചാല്, നമ്മളെ അവരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്യുക. നമ്മള് കഷ്ടപ്പെട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നു വിടുന്നത് സ്വർണമായിക്കോട്ടെ പണമായിക്കോട്ടെ അവർക്ക് അവകാശപ്പെട്ടതാണെന്നുമ്പോ കണ്ട് അവര് നടക്കുക. അതിലിപ്പോ അനിയനായിക്കോട്ടെ അനീതി ആയിക്കോട്ടെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭർത്താവിന്റെ അനിയനോട് സംസാരിക്കാൻ ചെല്ലും. ആര്? ചേട്ടന്റെ ഭാര്യ. ആ വീട്ടിൽ നിന്ന് നമ്മൾ മാറിയിരിക്കാം, ഒരു പക്ഷേ ചിലപ്പോൾ മാറാത്തവരും ഉണ്ടായിരിക്കാം. അനിയൻ കല്യാണം കഴിഞ്ഞു, അപ്പത്തേക്കും ഉടനെ അനിയന്റെ ഭാര്യ വന്ന് ചോദിക്കുന്നു, നീ ആരോടെ എന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ? അല്ലെങ്കിൽ ചേച്ചി ആയിക്കോട്ടെ അനീതി ആയിക്കോട്ടെ, ആ അനീതിയോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ഭർത്താവ് നമ്മളോട് ചോദിക്കുക, നീ ആരെ എന്റെ പെണ്ണിനോട് സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നത് നിയമവിരുദ്ധമല്ലേ? ഫാമിലി കോർട്ടില് ഇതെല്ലാം കൊടുത്തു നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇതെല്ലാം നിയമവിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2025 ഫാമിലി വയലേഷൻ പ്രകാരം നിയമവിരുദ്ധം തന്നെയാണ്. അത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബ്ലെയിം ചെയ്ത് എപ്പോഴും നമ്മളെ എന്താ പറയാ, നമ്മൾ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ പേരിൽ കൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യും. അവരാണ് പ്രൊവോക്ക് ചെയ്ത് ഇങ്ങോട്ട് സംസാരിച്ച് വരുന്നത്. എന്നിട്ട് അവസാനം നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വിക്ടിം കാർഡ് ഇറക്കി അവർ കളിക്കാൻ നോക്കും. അതാണ് അതിലെ മെയിൻ പോയിന്റ്. രണ്ടാമത്തേത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം ഇമോഷണൽ ഡ്രാമ. ഞാൻ ഇന്ന് രാത്രി വരെ കാണത്തുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരാണെങ്കിലും നമ്മളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ഇമോഷണൽ ഡ്രാമയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ തഴഞ്ഞങ്ങ് വിട്ടേക്കണം. മൈൻഡ് ചെയ്യാനേ പോകരുത്. ഈ കോംപ്രമൈസിനും നമ്മൾ പോകരുത്. ഇത് അവരുടെ ഒരു ഗെയിം പ്ലേ ആണ്. ഇതിൽ നമ്മൾ വീണുപോയ നമ്മുടെ ഭാവി തന്നെ, അതുപോലെ നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഫാമിലി തൊലയ്ക്കുന്ന രീതിയിലാണ് അവർ ചിന്തിച്ചു വെക്കുക. ഇവരൊക്കെ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കണം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് തരണം. അതുപോലെ തന്നെ ആരൊക്കെ ഇതില് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ, ഇങ്ങനൊക്കെ ആർക്കൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തുറന്നു പറയേണ്ടതാണ്. ഇനി ഇതുപോലെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതാർക്കും അടിയറവ് പറയേണ്ട കാര്യമില്ല. അത് ആരാണേലും ശരി, ആരുടെ കാൽക്കീഴിലും കൊണ്ട് വെക്കേണ്ടതല്ല. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരൊക്കെ വാലെ നമ്മുടെ പുറകെ വരുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.